ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി അരക്കപ്പ് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക അതുപോലെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു പഴുത്ത തക്കാളി, നല്ലപോലെ പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത്. ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കുക. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. തണുത്ത ശേഷം തുറന്നെടുക്കുക. തണുത്ത ശേഷം തുറന്നു ഇതാ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതിലേക്ക് തേങ്ങ ചേർക്കണമെന്നൊന്നുമില്ല, തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാം. ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിരകിയ തേങ്ങ കുറച്ച് കൈകൊണ്ട് നല്ലപോലെ തിരുമ്പിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് വേണമെങ്കിൽ ഇതിൽ തേങ്ങയും ജീരകവും അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അത് ഇഷ്ടമുള്ളവർ അങ്ങനെ ചേർക്കാം. തേങ്ങ ചേർക്കാണ്ടും ഈ കറി നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പും എരിവൊക്കെ ഉണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് തിളച്ച ശേഷം ഒന്ന് വാങ്ങി വെച്ച് ഇതിലേക്ക് താളിച്ച് വയ്ക്കുക. ഈ താളിപ്പാണ് ഈ കറിയുടെ പ്രധാനം. നല്ല ടേസ്റ്റ് കിട്ടാൻ ഇതുപോലെ താളിച്ച് ചേർക്കണം. കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത്, നെയ്യ് ചേർത്ത് കൊടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് പരിപ്പ് കറിക്ക്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കടുകിട്ട് കടുക് പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് 5-8 കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. 2 വറ്റൽമുളകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ട് അധികം വഴറ്റലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രുചിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.